ഹരിപ്പാട് KS പണിക്കർ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത് നാം എന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പദത്തെക്കുറിച്ചാണ്. ഈ പദം സർവ്വസാധാരണമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ 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 എന്നുള്ള പദം, എന്റേത് ഞാൻ എന്നുള്ളത്. ഈ ഞാൻ എന്നുള്ള പദം നാം ഉപയോഗിക്കുമ്പോൾ അതിന്റെ അർത്ഥവും ആന്തരികാർത്ഥവും എന്താണെന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്? ചിന്തിക്കാറില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിന്തിക്കേണ്ട വസ്തുതയല്ല. മരിക്കുന്നതിന് വരെ ഞാൻ എന്നുള്ള പദം നാം എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ എന്നുള്ള പദത്തെ നമ്മൾ വ്യക്തമായ ഒരു അറിവുണ്ടാക്കിയെടുക്കാൻ ആത്മീയ തലത്തിൽ ഉയരേണ്ടിയിരിക്കും. ഞാൻ എന്ന് പറയുന്നത് എന്റെ ശരീരമാണോ? ശരീരമാണെങ്കിൽ ഈ ഞാൻ എന്നും ഉണ്ടാകുമോ? നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ഒരിക്കലും എന്നും ഉണ്ടാകുന്ന ഒരു വസ്തുതയല്ല എന്നറിയാം. ഇന്നല്ലെങ്കിൽ നാളെ ഇത് തീർന്നു പോകുന്ന ഒരു വസ്തുതയാന്ന് പറയാം. നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഞാൻ എന്ന പദത്തെക്കുറിച്ച് വിശദീകരിച്ചു തരാനും അത് നമ്മളിലേക്ക് എത്തിക്കാനും ഒരു ആത്മീയ ഗുരു ആവശ്യമാണ്. അതുപോലെ ഭാരതീയ ശാസ്ത്രത്തിൽ ഉള്ള വിശ്വാസം, പൂർണ്ണമായ വിശ്വാസം, പറഞ്ഞു തരുന്ന ആളിലുള്ള വിശ്വാസം, ഈ രണ്ട് വിശ്വാസങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് ഉയർച്ചയിലേക്ക് പോകാൻ പറ്റൂ. ആ ഉയർച്ചയിലേക്ക് പോകുന്ന വ്യക്തി ഞാൻ എന്നുള്ള പദത്തെക്കുറിച്ച് ഒരു ആന്തരികമായ അറിവ് കിട്ടിക്കഴിയുന്നുണ്ടെങ്കിൽ സ്വയം തുള്ളിച്ചാടാതെ പോകും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന എന്റെ പഞ്ചേന്ദ്രിയങ്ങളോ കർമ്മേന്ദ്രിയങ്ങളോ ശരീരമോ ഒന്നും തന്നെയല്ല ഞാനെന്നും, ഞാനെന്ന് പറയുന്നത് എന്റെ ഉള്ളിൽ വർത്തിക്കുന്ന ചൈതന്യമാണെന്നുള്ള അറിവെന്ന് പറയാൻ സാധാരണ അറിവ്. ആ അറിവ് കിട്ടിത്തുടങ്ങിയാൽ തന്നെ ആ വ്യക്തിക്ക് അനുഭവത്തിന്റെ തലത്തിലേക്ക് സാവധാനത്തിൽ പല മാർഗങ്ങളിലൂടെ, ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന പല മാർഗങ്ങളിലൂടെ സഞ്ചരിച്ച് എത്തിച്ചേരാവുന്നതാണ്. പക്ഷെ അതിന് പ്രയത്നം വേണം. പ്രയത്നമില്ലാതെ ഒരു കാരണവശാലും ഈ തലത്തിലേക്ക് എത്തിച്ചേരാൻ സാധ്യമല്ല എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ഞാൻ എന്ന ഒരു തലത്തെക്കുറിച്ച് അറിയാൻ ഞാൻ പറഞ്ഞു ഒരു ഗുരു അത്യാവശ്യമാണെന്ന് പറഞ്ഞു. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ വെളിച്ചം വീശണമെന്നുണ്ടെങ്കിൽ ഒരു ഗുരു ഇല്ലാതെ ഒരു കാരണവശാലും സാധ്യമല്ല. ഉദാഹരണത്തിന് നിങ്ങൾ ഏതെങ്കിലും ഒരു ആത്മീയ ഗ്രന്ഥം, മറ്റു ബുക്കുകളെ പറ്റി ഞാൻ പറയുന്നില്ല, ആത്മീയ ഗ്രന്ഥം വാങ്ങിച്ച് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ നിങ്ങൾക്ക് വായിച്ചു പോകുമ്പോൾ എന്തൊക്കെയോ മനസ്സിലായി എന്നുള്ള തോന്നലുണ്ടാവും. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് യാതൊരു അറിവും ഉണ്ടാവില്ല. പക്ഷെ ആത്മീയ ഗ്രന്ഥത്തിന്റെ ഓരോ വാക്കുകളിലും തുടിച്ചു നിൽക്കുന്ന അർത്ഥവ്യാപ്തിയെ പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആത്മീയ തലത്തിൽ ഉന്നതി പ്രാപിച്ച ഒരു ഗുരു വേണമെന്നുള്ളത് സത്യാവസ്ഥയാണ്. ഇന്നത്തെ ലോകത്ത് ഇതിന്റെ ആവശ്യമില്ല എന്നുള്ളത് ഘട്ടം ഘട്ടമായിട്ട് 10, 14, 15 വർഷം കൊണ്ട് ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. കാര്യം പലരെയും പഠിപ്പിക്കാൻ ശ്രമിക്കുകയും അവരിൽ നിന്നെല്ലാം തന്നെ വേറൊരു തലത്തിലുള്ള സംസാര രീതിയും അവർക്ക് ഇഷ്ടമല്ലാത്ത രീതിയിലുള്ള സംസാര രീതിയും ഒക്കെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന അവസരങ്ങളുണ്ട്. പക്ഷെ ഒരു യഥാർത്ഥ ഗുരുവാണെങ്കിൽ ഇതൊന്നും ചിന്തിക്കാറില്ല. കാരണം അത് അവന്റെ കർമ്മവാസന കൊണ്ടാണ്, അവന്റെ സംസ്കാരത്തിലുണ്ടാകുന്ന ശുതി അതുകൊണ്ട് മാത്രമാണ് ആ വ്യക്തിക്ക് അത് ഉള്ളിലേക്ക് കടക്കാൻ പറ്റാത്തതെന്ന് പറയുന്നത്. ഉള്ളിലേക്ക് അപ്പ തുറന്നു വെക്കാതെ ഒരു രക്ഷയില്ല. അടത്തി വെച്ചാലും ഒന്നും കിട്ടത്തില്ല, കമഴ്ത്തി വെച്ചാലും ഒന്നും കിട്ടത്തില്ല. പക്ഷെ തുറന്നു വെച്ച് വേണം ഒരു ജ്ഞാനിയുടെ മുമ്പിലിരിക്കാൻ, അത് അറിവുള്ള വ്യക്തിയുടെ മുമ്പിലിരിക്കാൻ. എന്നാൽ മാത്രമേ ആ വ്യക്തി നിങ്ങളിലേക്ക് സത്യത്തിന്റെ ഉൾക്കാഴ്ച തരാനുള്ള അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് എത്തിക്കാൻ പറ്റൂ എന്ന് മനസ്സിലാക്കുക. ഇവിടെ രമണ മഹർഷിയുടെ ആശ്രമത്തിൽ സത്സംഗങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. സത്സംഗം നടക്കുന്ന സമയത്ത് ഒരു ഭക്തൻ, അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അദ്ദേഹം ഒന്ന് നടത്തിക്കൊണ്ടിരുന്ന സത്സംഗ എന്ന് പറയുന്നത് ഞാൻ എന്ന പദത്തെക്കുറിച്ചുള്ള അറിവ് ഭക്തർക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ ആ ഭക്തൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്ത ഒരു അവസരത്തിൽ അല്ലെങ്കിൽ അങ്ങനെ പറ്റിയപ്പോൾ അദ്ദേഹം രമണ മഹർഷിയോട് ചോദിച്ചു, ഈ ഞാൻ എന്ന് പറയുന്നത്
എന്താണ് ഗുരു, അവിടെ തന്നെ ഞാൻ വന്നു. ഞാൻ അങ്ങയെ പൂർണ്ണമായി ഉറപ്പിച്ചു വിശ്വസിക്കുന്നു. അങ്ങ് ഭഗവാനാണെന്ന് ഞാൻ ധരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് എന്നെ അറിയേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ആ ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചത്. ഗുരു പറഞ്ഞു, ഞാൻ എന്ന പദത്തെക്കുറിച്ച് അറിയണമെങ്കിൽ നീ സ്വയമായിട്ട് അതിനെക്കുറിച്ച് അറിയാനുള്ള വ്യഗ്രതയും അതിന്റെ മാർഗവും സ്വീകരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നിനക്കിത് അറിയാൻ പറ്റൂ. ഗുരുവിന്റെ വിശ്വാസം നല്ലതാണ്, ശാസ്ത്രത്തിൽ വിശ്വാസം നല്ലതാണ്. ഇതെല്ലാം കൊണ്ട് നിനക്ക് ആകെപ്പാടെ അതിനൊരു അറിവ് പകർന്നു തരുന്നതല്ലാതെ സ്വയം വിലയിരുത്തൽ നടത്തണമെങ്കിൽ ആ വ്യക്തി തന്നെ അതിലേക്ക് ഇറങ്ങിച്ചെല്ലണം എന്ന് പറയും. അപ്പൊ ആ വ്യക്തി അല്ലാതെ ഒരു കാരണവശാലും അതിനെപ്പറ്റി ഒരു ധാരണ, ഒരു അനുഭവം ആ വ്യക്തിക്ക് ഉണ്ടാവത്തില്ല. അവൻ തന്നെ അതിന് കഷ്ടപ്പെട്ടേ പറ്റൂ, പ്രയത്നം ചെയ്തു. അപ്പൊ അദ്ദേഹം ഒരു കഥ പറയുണ്ടായി. നമുക്ക് കഥയിൽ കൂടി പോവാം. ഇപ്പം കുറച്ച് കഥ കേട്ടതിന് ശേഷം ഇതിനെക്കുറിച്ച് നല്ലതാണെന്ന് തോന്നുന്നെങ്കിൽ ഇത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയറിംഗ് ആണ് ഇപ്പം ആത്മീയ തലത്തിൽ ഇല്ലാത്തത്. ബാക്കി ഏതിനും ഷെയറിംഗ് ഇഷ്ടം പോലെ ഉണ്ട്. ഈ കൊലക്കേസ് വന്നു കഴിഞ്ഞാലോ അതുപോലെ തന്നെ പെണ്ണ് കേസ് വന്നു കഴിഞ്ഞാൽ, പെൺകുട്ടികളുടെ ബലാത്സംഗ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ അതങ്ങ് പടർന്നു പിടിക്കുക. അതുപോലെ ആളുകൾക്ക് ഇഷ്ടമെന്ന് പറയാൻ ഭൗതിക തലത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെയാണ് ഇഷ്ടം. അതുകൊണ്ട് എന്ത് ചെയ്യും, ഒരു 2 ദിവസം കൊണ്ട് 10,000-5,000 പേര് കണ്ടു, പെട്ടെന്ന് കാണും. കാര്യം ഷെയറിംഗ് കൊടുക്കും. അത് കണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സ് എങ്ങോട്ടാ പോകുന്നതെന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം. ഇതൊക്കെ കാണുന്നറിഞ്ഞ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നറിഞ്ഞ് നമ്മൾ ഏത് തലത്തിലാണെന്നുള്ളത് ഒരു ചിന്ത നമുക്ക് വേണമേ. ഇപ്പൊ ചെറുപ്പക്കാരിൽ മാത്രമല്ല, പ്രായമാരിലും ഈ ഒരു പ്രവണത വളരെ ധാരാളമായി കണ്ടുവരുന്നുണ്ട്. ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ മനുഷ്യൻ ഇരുട്ടിന്റെ ആഴങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് ഓർത്ത് ഞാൻ പലപ്പോഴും ചിരിക്കാറുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ പോക്ക് എവിടോട്ടാണെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പം രമണ മഹർഷി പറഞ്ഞ കഥ ഇതാണ്. പുരാണങ്ങളിലെ ഒരു മഹർഷി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ഋഭു മഹർഷി എന്ന് പറയും. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനുണ്ടായിരുന്നു. ആ ശിഷ്യന്റെ പേരാണ് നിദാകൻ. അപ്പം നിദാകൻ ശിഷ്യനാണ്. അതുപോലെ ഋഭു മഹർഷി ബ്രഹ്മതത്വം നിദാകനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. എത്ര അങ്ങോട്ട് പഠിപ്പിച്ചിട്ടും നിദാകന് ഈ ബ്രഹ്മതത്വത്തിൽ അടിയുറച്ചു പോകാൻ പറ്റുന്നില്ല. കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എത്ര നമ്മൾ കഷ്ടപ്പെട്ട് ഒരാളെ ഈ ഒരു തലത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അവനിലെ ത്വര ഉണർന്നില്ല എങ്കിൽ, അവനിൽ പുണ്യത്തിന്റെ അവസ്ഥ ഏറിയില്ല എങ്കിൽ ഒരു കാരണവശാലും അവൻ ഇതിലേക്ക് എത്തിച്ചേരാൻ സാധ്യമല്ല എന്ന് വ്യക്തമായിട്ട് ധാരണ ഉണ്ടാവണം. അപ്പൊ ഈ നിദാകനോട് ഋഭു മഹർഷിക്ക് ഭയങ്കര സ്നേഹമാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, അദ്ദേഹം പല തരത്തിൽ ഇവനെ പഠിപ്പിച്ച് ബ്രഹ്മതത്വത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പം നിദാകൻ എന്ന് പറയുന്നത് സ്വന്തം വീട്ടിലാണ്. അദ്ദേഹം സ്വന്തം അതായത് അദ്ദേഹത്തെ നിദാകന്റെ ശിഷ്യന്റെ വീട്ടിൽ പോയി ഋഭു മഹർഷി പഠിപ്പിക്കുമായിരുന്നു. പല സമയത്തും ഋഭു മഹർഷി പ്രച്ഛന്ന വേഷത്തിൽ നിദാകനെ പരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇവൻ എത്രമാത്രം ഉയർന്നിട്ടുണ്ട് എന്നറിയുന്നതിന് വേണ്ടി. പണ്ട് കാലങ്ങളിൽ ആശ്രമത്തിൽ വസിക്കുന്ന എല്ലാ ശിഷ്യന്മാരെയും ഗുരു പരീക്ഷണത്തിന് വിധേയമാക്കുമായിരുന്നു. ഇവൻ എന്തുമാത്രം പഠിച്ചിട്ടുണ്ട്, എന്തുമാത്രം പഠിച്ചിട്ടില്ല എന്നുള്ളതിനെ കുറിച്ച്, എന്തുമാത്രം ഇതിനെക്കുറിച്ച് അറിവുണ്ട് എന്നുള്ളതിനെ കുറിച്ച് പരീക്ഷണം നടത്തുമായിരുന്നു. അങ്ങനെ ഇദ്ദേഹവും ചിന്തിച്ചു, ഏതായാലും ഇവനെ ഒന്ന് പരീക്ഷിച്ചു കളയാം. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ഗ്രാമീണന്റെ വേഷം ധരിച്ച് നിദാകന്റെ ഗ്രാമത്തിലേക്ക് പോയി. അപ്പോഴവിടെ ഒരു വലിയ ഘോഷയാത്ര നടന്നുകൊണ്ടിരിക്കുക. അതായത് ആനപ്പുറത്ത് രാജാവ് എഴുന്നള്ളിക്കൊണ്ടിരിക്കുക. പരിവാരങ്ങൾ മുൻപിലും പുറകിലുമായിട്ട് ഒത്തിരി പരിവാരങ്ങളുണ്ട്. പരിവാരങ്ങളെല്ലാം എഴുന്നള്ളിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വഴിയരിയിൽ, അതായത് റോഡിന്റെ സൈഡിൽ നിൽക്കുന്ന നിദാകനെ
ഋഭു മഹർഷി കണ്ടുപിടിച്ചു. എന്നിട്ട് ഋഭു മഹർഷി നിതാകന്റെ അടുത്ത് ചെന്ന് നിന്നിട്ട്, വേഷപ്രസന്നനാണ്, നിതാകൻ അറിയുന്നില്ല ഇത് ഗുരുവാണ്. അപ്പൊ ഋഭു മഹർഷി ചോദിച്ചു, അതെന്താണ് അങ്ങോട്ട് പോകുന്നത്, അവിടെ പോകുന്ന എന്തുവാ സംഭവം, അതെന്താ നടക്കുന്നത്? പറഞ്ഞു, കണ്ടില്ലേ, നിനക്ക് കാണാൻ പറ്റുന്നില്ലേ? രാജാവ് പരിവാര സമയത്തോടുകൂടി ഘോഷയാത്ര നടത്തുകയാണ്. രാജാവ് എവിടെ? ഇവിടെ കാണാൻ പറ്റുന്നില്ലേ? ദാണ്ട ആനപ്പുറത്തിരിക്കുന്നതാണ് രാജാവ്. അയ്യോ, അപ്പൊ ആനയുടെ പുറത്തിരിക്കുന്നത് മനുഷ്യനാണോ, രാജാവാണോ? അപ്പൊ അവിടെ രണ്ടുപേരുണ്ടല്ലോ. ആ രണ്ടുപേരുണ്ട്. അത് ഒന്ന് ആനയും ഒന്ന് രാജാവുമാണ്. രാജാവ് മുകളിലും ആന താഴെയുമാണ്. അപ്പൊ ഈ മുകളിൽ താഴെ എന്ന് പറഞ്ഞ എന്തുവാ? ചേടാ, ഇവനൊന്നും അറിയത്തില്ലേ, പൊട്ടനാണ്. മുകളിലും താഴെ അറിയത്തില്ലേ? ആ ആനയുടെ മുകളിലിരിക്കുന്ന രാജാവ്, താഴെ ആനയാണ്. അതെനിക്ക് മനസ്സിലാവുന്നില്ല. താഴെ എന്താണ് മുകളിൽ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളും ഗുരു ചോദിച്ചതിന് ശേഷം ഈ ഗുരു ഒരു കാര്യം ചെയ്യും, നീയെ കുനിഞ്ഞു നിൽക്ക്, ഗ്രാമീണനോട് പറഞ്ഞു, ഗുരുവിനോട് പറഞ്ഞു കുനിഞ്ഞു നിൽക്കാൻ പറഞ്ഞു. കുനിഞ്ഞു നിന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴ് നിതാകൻ കയറി ഗുരുവിന്റെ പുറത്ത് കയറിയിരുന്നു. ഇപ്പൊ കണ്ടോ, ഞാൻ മുകളിൽ, നീ താഴെ. ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഗുരു നിതാകനോട് ചോദിച്ചു, മുകളിൽ എവിടെ, താഴെ എവിടെയെന്ന്. അപ്പോൾ ഗുരു ഒരു കാര്യം ചോദിക്കുകയുണ്ടായി, നിതാകനോട് ചോദിക്കുകയുണ്ടായി. അതിലാണ് നിതാകന് ഗുരുവിനെ പിടികിട്ടാൻ കാര്യം. പലവട്ടം രാജാവിനെ പോലെ ഞാൻ മുകളിലും ആനയെ പോലെ നീ താഴെയുമാണെന്ന് പറഞ്ഞപ്പോഴേ ഇതെനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. പക്ഷെ അത് മനസ്സിലായാലും കുഴപ്പമില്ല. എനിക്ക് ഒരു കാര്യം മാത്രം പറഞ്ഞെന്നാ മതി, ഞാൻ നീ എന്താണ്. ഈ ഒരു വാക്ക് ഉച്ചരിച്ചപ്പോഴേ പെട്ടെന്ന് നിതാകന് മനസ്സിലായി, ഈ ഇരിക്കുന്നത്, താഴെ ഞാൻ വെച്ചിരിക്കുന്നത് ഗുരുവാണ്. ഗുരു അല്ലാതെ വേറൊരാളും ഈ ഒരു ചോദ്യം ചോദിക്കില്ല. പെട്ടെന്ന് തന്നെ ഗുരുവിന്റെ പുറത്തു നിന്ന്, ആനപ്പുറത്തു നിന്ന് ഇറങ്ങി, അതായത് ഗുരുവിന്റെ പുറത്തു നിന്ന് ഇറങ്ങി വന്ന് ഗുരുവിന്റെ ഭാഗത്തൊട്ട് വന്ന്, ക്ഷമിക്കണം ഗുരു, എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ഇവിടം വരെ ഈ വേഷം കെട്ടിയെത്തി. എന്നിട്ട് പോലും ഞാൻ ബ്രഹ്മതത്വത്തിന്റെ പാതയിലേക്ക് ഇറങ്ങി വരാതെ അങ്ങയെ പരീക്ഷിച്ചുകൊണ്ടിരുന്നു. അങ്ങയെ ഓരോ ചോദ്യം ചോദിച്ച് വിഷമിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ പൊരുള് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമാണെന്ന് നിതാകൻ പറഞ്ഞു. ഞാൻ നീ, ഞാൻ എവിടെ, നീ എവിടെ? കാര്യം രൂപത്തിലും നാമത്തിലുമാണ് നമ്മൾ വിശ്വസിച്ചു പോകുന്നത്. രൂപവും നാമവും ഇല്ലാത്ത ഒരു വസ്തുവും ഇന്ന് ഈ പ്രപഞ്ചത്തിലില്ല. അപ്പൊ രൂപത്തിലും നാമത്തിലും വിശ്വസിച്ചു പോകുമ്പോൾ ദ്വൈത അവസ്ഥയിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുക ചെയ്യുന്നു. അവൻ ഇന്നാര്, ഇവൻ ഇന്നാര് എന്നുള്ള തലത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുക ചെയ്യുന്നത്. ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് അവന്റെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയില്ല ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യക്തി, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു വ്യക്തി നാമത്തിലും രൂപത്തിലും ഭിന്നമായി അഭിന്നതയെ, ഭിന്നമല്ലാത്തതിനെ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ ഞാനെവിടെ, നീ എവിടെ? അതാണ് അദ്വൈത സിദ്ധാന്തം എന്ന് പറയുന്നത്. എല്ലാത്തിലും ഒരേ ചൈതന്യമാണെന്നും ഈ ചൈതന്യമാണ് എല്ലാത്തിനെയും, എല്ലാ വസ്തുക്കളെയും ചലിപ്പിക്കുന്നതെന്നും ആ ചലിക്കുന്ന വസ്തുക്കളിലെല്ലാം ആ ചൈതന്യം മാത്രമേ ഉള്ളൂ എന്നും ചിന്തിക്കുന്ന വ്യക്തിക്ക് ഒരു കാരണവശാലും ആരെയും വെറുക്കാനോ അതുപോലെ തന്നെ ആരോടും കോപിക്കാനോ ഒന്നും സാധ്യമല്ല. പക്ഷെ ഒരു ഗുരു പലപ്പോഴായിട്ട് ഒരു വ്യക്തിയോട് കോപം അഭിനയിച്ചേക്കാം, ശത്രുത അഭിനയിച്ചേക്കാം. എന്തുകൊണ്ടെന്നാൽ ആ വ്യക്തി നന്നാവട്ടെ എന്നുള്ള നിലയിൽ ചിന്തിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ അങ്ങനെ ഏതൊരു ആത്മീയ തലത്തിൽ ഉയർന്ന ഗുരു ഉണ്ടോ? ഒരിക്കലും
ഒരു ഗുരുവും ഒരു വ്യക്തിയെ നിന്ദിച്ച് സംസാരിക്കുകയോ അതുപോലെ തന്നെ ഏറെ നാൾ ആ വ്യക്തിയായിട്ട് മാറി നിന്നിട്ട് അവരുടെ ശത്രുതാപരമായിട്ട് പെരുമാറും ഒന്നും ചെയ്യത്തില്ല. എപ്പോഴും ആ വ്യക്തി ആ ഗുരു ശിഷ്യനെ സ്നേഹിക്കുന്നുണ്ട്. നിതാകന്റെ കാര്യം പറഞ്ഞതുപോലെ ഋഭു മഹർഷി നിതാകനെ സ്നേഹിച്ചുകൊണ്ടാണ് ഗ്രാമീണന്റെ വേഷം കെട്ടി അവിടെ എത്തി പുറത്ത് കയറി ഇരിക്കാൻ വരെ ആനപ്പുറത്ത് കയറി ഇരിക്കുന്ന സൗകര്യം വരെ ഒരുക്കി കൊടുത്തത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവത്തില്ലെന്ന് മനസ്സിലാക്കുക. ഈ തലത്തിലേക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ നാം സ്വയം നമ്മളെ അറിയണം. നമ്മളെ അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ കാണിക്കുന്നവ കണ്ട് ചിരിച്ചുല്ലസിച്ചു പോകാനേ സാധിക്കും. അതിനപ്പുറത്തേക്ക് നോക്കും. മനസ്സെന്നുള്ള തലത്തിലേക്ക് നാം ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം, ഏത് ഗുരുവാണോ ആത്മീയ തലത്തിൽ ഉയർന്നു നിൽക്കുന്നത് അവന്റെ മനസ്സിന്റെ രണ്ടറ്റത്ത് നിൽക്കാതെ മധ്യമത്തിൽ നിൽക്കാൻ ശ്രമിക്കും. എന്താ കാര്യം? അറ്റം എന്ന് പറയുന്നത് എപ്പോഴും ദുഃഖത്തിന്റെയോ സുഖത്തിന്റെയോ പരാകാഷ്ഠയിലേക്കാണ് പോകുന്നത്. അതിൽ നിന്ന് മാറി മധ്യത്തിലേക്ക് എത്താനുള്ള ശ്രമം നടത്തി കഴിഞ്ഞാൽ ജീവിതത്തിൽ ദുഃഖം എവിടെ, സുഖം എവിടെ? ഈ സമൂഹം നിങ്ങളെ ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്ന സമൂഹമാണെന്ന് നിങ്ങൾക്കറിയാം, ഇല്ലേ? അവരെയും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ നിങ്ങൾ ഒരു പടി മുന്നോട്ട് പോയെന്നും നിങ്ങൾക്ക് ഇതെല്ലാം ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നും നിങ്ങളുടെ മനസ്സിനെ ചഞ്ചലതയെന്നും അചഞ്ചലതയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഇന്നത്തെ ഈ സത്സംഗം കൊണ്ട്, ഇതൊരു സത്സംഗമായിട്ട് കണക്കാക്കിക്കൊണ്ട് എടുക്കുക വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. അടുത്ത വേറൊരു കാര്യമായിട്ട് വേറൊരു കഥയുമായിട്ട് നിങ്ങൾ മുൻപെത്താം.